നമസ്കാരം, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ശിവനായിട്ടാണ്. എന്നെയും എൻ്റെ ഭാര്യയും പറ്റി അപരാധം പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം ഈ ഭൂമിയിലുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ മൈരന്മാരെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ചുമ്മാ അടങ്ങി ഇവിടെ പാമ്പില്ല, പാമ്പ് ദ്വീപിലായിപ്പോയി. ഭഗവാൻ ശിവന്റെ അവതാരമായി അറിയപ്പെടുന്ന ആൾ ദൈവം പാർവതിയുടെ രണ്ടാം ജന്മമാണെന്ന് വിശ്വസിപ്പിച്ച് യുവതിയെ പീഡിപ്പിച്ചു. പറയാനല്ലേ. നാട്ടുകാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എനിക്കോ എൻ്റെ ഭാര്യ പാർവതിക്കോ എൻ്റെ കുഞ്ഞിതായി ഇവിടെ കൊണ്ട് എൻ്റെ ഗണപതി കുറച്ചുണ്ട് മുരുകൻ കഴിക്കാൻ പോയി മറ്റേ വില്ലുമായിട്ട്. അപ്പൊ പറയാൻ വന്ന ഇതാണ്, ഞങ്ങൾക്ക് ഇതിനകത്തൊരു പങ്കുമില്ല. ഞങ്ങളുടെ കുടുംബപരമായിട്ട് ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് കുറെ മൈരന്മാർ ഇറങ്ങിയിട്ടുണ്ട് ഭൂമിയിൽ. അപ്പൊ എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ പങ്കില്ല. എൻ്റെ രണ്ട് മക്കളാണ് പറ്റുന്നുണ്ട് ഉണ്ടുക്കൈ. പറഞ്ഞു മനസ്സിലായല്ലോ. കുണ്ണേ, നീ വാ, മുകളിലോട്ട് വാ. നിന്റെ ശൂലം വെച്ച് ഞാൻ കുത്തിക്കും. പാമ്പ് ലീവിലായി പോയി, അല്ല നിന്റെ കുണ്ടിനെ പാമ്പിനെ കൊണ്ട് ഞാൻ കുത്തിച്ചേണം. ഒരു ദൈവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ പീഡനം നടത്തുന്നു, ഒരു സൈഡിൽ പിരിവുകൾ നടത്തുന്നു, ഒരു സൈഡിൽ മോഷണം നടത്തുന്നു. ഈ ഭൂമിയിൽ ജീവിച്ചു മാറാൻ എന്തെല്ലാം നമ്മൾ ഒരു ദിവസം കാണണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. അടുത്ത വീഡിയോയിലേക്ക് ഇതാ കടന്നു വരുന്നു അതിൽ മരാർ. ഉള്ളിക്കടാ, എന്തോ ഇങ്ങനെ അടിക്ക്, ഓടി പറത്താവ്, നല്ല കാറ്റ്. കഴിക്കാനും അറിയത്തില്ല, പഴടിക്കാൻ കളയുന്നു. പോട്ടെ, അറിയാത്തോണ്ടല്ലേ. ஹாய் மக்களே, எங்க வீட்டு ஃப்ரிட்ஜ்ல சிவன் வந்திருக்கிறாரு பாருங்க. பொட்டு பூவெல்லாம் வச்சு அலங்காரம் பண்ணிருக்கோம் பாருங்க. பாருங்க, கிட்ட வைக்கிறேன் பாருங்க. കിട്ട വെച്ചാലും ഞാനല്ലേ இந்த மாதிரி டெம்பரேச்சர்ல கொஞ்ச நேரம் உட்கார்ந்தான்னு நினைச்ச ഫ്രിഡ്ജിക്കുള്ള അതിന് പോലും അക്ക സമ്മതിക്കുന്നില്ലല്ലോ. അക്ക ഫ്രിഡ്ജ് ഓഫ് ആക്ക, അത് ശിവലിംഗം അല്ല, വേറെന്തെങ്കിലും ലിംഗമായിരിക്കും. അക്ക ഫ്രിഡ്ജ് ഓഫ് പണ്ണ്, മറക്കാതെ அவமானப்படுத்தாதக்கா. என்னக்கா இந்த மாதிரி பேசிக்கிட்டே இருக்கேன். ദീപാരാധനയ്ക്ക് സമയമായി. സത്യം പറയാലോ, ഞാൻ കരുതി ദീപാരാധനയ്ക്ക് സമയമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എണീറ്റത്. ജാസിക്ക് മണിയുണ്ടെന്നുള്ള കാര്യം പിന്നാണ് ഓർത്തത്. എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ അങ്ങ് കഴിച്ചിട്ട് ഇതിന്റെ അണ്ടി ഇതുപോലെ പറക്കി എടുത്തോണ്ട് വിറക് കത്തിച്ച് ചൂടാക്കി ചുട്ട് അടിച്ച് ഈ അണ്ടി അടിച്ച് ഉടച്ച് അതിന്റെ ഉള്ളിലുള്ള പരിപ്പ് കഴിച്ചിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. പറഞ്ഞ മനസ്സിലായല്ലോ. പറങ്ങാണ്ടിയുടെ അണ്ടി അടിച്ച് പുണച്ച് തിരിച്ചു വെച്ചിട്ട് വേണം കഴിക്കാൻ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ചേച്ചി പറയുന്നത്. ആണോ? ഞാൻ ശിവനാണേ, ഒന്നും തോന്നല്ലേ, തെറ്റിദ്ധരിക്കരുത്. എന്റെ ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് വെള്ളം ഇച്ചിരി അച്ഛ എടുക്കുക കേട്ടോ. ചാച്ചി അതൊക്കെ ഒറിജിനൽ വന്നേടേ. ഞാനിങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ശ്രീകൃഷ്ണന് 10 ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ എവിടെയാണ് പോയിട്ട് ഐഡന്റിറ്റി കാർഡ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മാത്രമല്ല ശിവനും പാർവതിയും അർജുനനും അതിന് എന്റെ പെണ്ണും പ്ലോടാൻ പേര് പറഞ്ഞു. വല്ലൂടെ ചുമ്മാ ഇരിക്കുന്ന എന്താ പറയാന്. ശ്രീകൃഷ്ണനായിട്ട് നടക്കേണ്ടവരൊക്കെ ഈ രാധയുടെ വേഷം ഇട്ടാ പിന്നെ എന്താ പറയാനേ. നമ്മളൊന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിയാവത്തില്ല. അടുത്ത ആര്? അടുത്തത് ഇതോ കടന്നു വന്നിരിക്കുമ്പോ ഇതൊക്കെ ഉമ്മ കാണിക്കാൻ നോക്കൂ. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ, ഞങ്ങളുടെ ബുദ്ധി. ഇത് പണ്ടാവുണ്ട്. ഇതിനൊക്കെയാണ് പച്ച മലയാളത്തിൽ കിഴപ്പെന്ന് പറയുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, കണ്ണിലല്ലേ ഉള്ള പ്രശ്നം. വേറെ എവിടെയും പ്രശ്നം ഉണ്ടോ മോനെ? വേറെ എവിടെയും കൊത്ത് കിട്ടിയാ നിനക്ക്? മണിയൊക്കെ ഓക്കെ അല്ലേ? മണിക്കൊക്കെ കൊത്ത് കിട്ടിയാ പിന്നെ അറിയാല, ബോളൊക്കെ ഈ പരുവാകും ഫുട്ബോൾ പോലെ. അതുകൊണ്ട് കിഴപ്പുകളൊന്നും കാണിക്കാതിരിക്കുക, സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പോൾ ഇന്നത്തോടു കൂടി ഇതാ ഈ വീഡിയോ നിർത്തുന്നു.
ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതും. വണക്കം.